രാഷ്ട്രീയ കേരളം നെഞ്ചോട് ചേർത്ത് വെച്ച ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ശൂന്യതയിൽ സംസ്ഥാനം നേരിടുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സുകൾ ഇല്ലാത്ത പ്രചാരണ വീഥികൾ നൽകുന്ന വേദന പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മറിയാമ്മ ഉമ്മൻ. ഉമ്മൻചാണ്ടിക്കായി ഒരു വോട്ട് എന്ന അഭ്യർത്ഥനയുമായി പ്രചാരണത്തിനിറങ്ങുമെന്ന് മറിയാമ്മ പറയുന്നു. അനിൽ ആന്റണി അന്നും ഇന്നും മകനെപ്പോലെയാണെന്നും എന്നാൽ ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ പ്രചാരണത്തിനിറങ്ങുമെന്നും മറിയാമ്മ ഉമ്മൻ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. കേരളം വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ മലയാളികളുടെ സ്വന്തം രാഷ്ട്രീയ നേതാവായ ഉമ്മൻചാണ്ടി എന്ന സമുന്നതനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇല്ലാതെയാണ് ഈ കേരളം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു ക്രൗഡ് പുള്ളറായിരുന്ന നേതാവ് ഇല്ലാതെ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഒരു ശൂന്യത അത് വലിയൊരു വിടവ് തന്നെയാണ്, നികത്താനാകാത്തൊരു വിടവ് തന്നെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ പ്രിയ സഹധർമ്മിണി ശ്രീമതി മറിയാമ്മ ഉമ്മൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടി സാറില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായ രാഷ്ട്രീയ മണ്ഡലങ്ങൾ പ്രചാരണത്തിലൊക്കെ സജീവമായി നിന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്? അതിൻ്റെ ആ ഒരു ശൂന്യത, അതൊരു ചോദ്യം തന്നെ ചോദിക്കാൻ പാടില്ലാത്തതാണ്, അത് ഒരിക്കലും നികത്താനാവില്ല എന്നറിയാം. എന്നാൽ ഈ സമയത്തൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ മുന്നോട്ട് എവിടെയെങ്കിലുമൊക്കെ പ്രചാരണ രംഗത്തൊക്കെ ഇറങ്ങാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടോ? ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ശൂന്യത നിങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തുമാത്രം കാണും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭയങ്കരമായ ഒരു ശൂന്യത, അതിൻ്റെ അപ്പുറം എന്തോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്കാം, അതെനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി ഞാനും കൂടെ ഒരു 10 മാസം ഞങ്ങൾ ഈ രോഗം പ്രമാണിച്ച് പുറത്തായിരുന്നു. അന്നൊന്നും എനിക്ക് ഒരുപാട് അന്നൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ 37 മണിക്കൂറത്തെ യാത്രയും പിന്നെ ഒരു 3 മാസം ആൾക്കാരിങ്ങനെ ഇടറില്ലാതെ വന്നുകൊണ്ട് കല്ലറയിൽ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഒന്നും എനിക്ക് ഒരു ഫ്രോസൺ മൈൻഡായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ശൂന്യത. എങ്ങനെയോ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തുമാത്രം. ഇപ്പോഴാണെങ്കിൽ ഈ ഒരു ഞാനങ്ങനെ സജീവമായിട്ട് ഇറങ്ങണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം. രണ്ടാമത്തെ കാര്യം എൻ്റെ ഹെൽത്ത് സമ്മതിക്കണം. മൂന്നാമത്തെ കാര്യം ആ ഹൃദയത്തിൻ്റെ ചൂടിൽ ആ കണ്ണീരിൻ്റെ ഉറഞ്ഞ കണ്ണീരിൽ നിന്നാണ് എൻ്റെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഞാനൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാനാണെന്ന് ആ രീതിയിൽ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ അറിയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ഒരു പാർട്ടി വിടുമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഉമ്മൻചാണ്ടി 46 വർഷത്തെ ഉമ്മൻചാണ്ടി കോൺഗ്രസ് മന്ത്രി MLA ആയിട്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിട്ടിരുന്നു. കറകളഞ്ഞ കോൺഗ്രസ്സുകാരനെ ഉമ്മൻചാണ്ടി. എൻ്റെ മക്കളാ അങ്ങനെ ആ കോൺഗ്രസ് പാർട്ടി വിട്ടു പോകുമെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ 3 മക്കളും ഒരിക്കലും ഒരു പാർട്ടി വിട്ട് പോകത്തില്ല. സിംബോളിക്കായിട്ട് മാത്രമേ ഇറങ്ങാൻ എനിക്ക് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും 20 ഇടത്തും പ്രചാരണത്തിന് ഇറങ്ങാനുള്ളൊരു ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ 20 ഇടത്തും പ്രചാരണത്തിന് പോകാനുള്ളൊരു മനസ്ഥിതി ഉണ്ട്. മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ 20 പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വ്യക്തിപരമായിട്ട് ബന്ധം എല്ലാവരുമായിട്ട് ഇവിടെ ഒരുപാട് നേതാക്കന്മാർ വന്നിട്ടുണ്ട്. 46 വർഷത്തെ രാഷ്ട്രീയം മൊത്തം ഞാൻ കണ്ടതാണ്. ഒരുപാട് കോൺഗ്രസ്സിലെ രാഷ്ട്രീയക്കാരെ, അല്ലാത്ത രാഷ്ട്രീയക്കാരെ, മത നേതാക്കളെ, ക്രിസ്ത്യൻ മത നേതാക്കളെ, ഹിന്ദു മത നേതാക്കളെ, മുസ്ലിം മത നേതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വീട് എല്ലാവർക്കും വരാവുന്നൊരു വീടാണ്. അവരെല്ലാവരും ഞാൻ നല്ലതായിട്ട് സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ആ സ്നേഹമാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യ രാജ്യത്തെ ഒത്തിരി സ്നേഹിക്കുന്നു, ഉമ്മൻചാണ്ടിയെ ഒത്തിരി സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടി സ്നേഹിച്ചൊരു കോൺഗ്രസ് ഇൻക്ലൂഡ് ചെയ്യുന്ന UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വേണമെന്ന് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ തിരഞ്ഞെടുപ്പിൽ പോകുന്നു, എൻ്റെ കാഴ്ചപ്പാടായിരിക്കത്തില്ല.
മറ്റേ രാഷ്ട്രീയക്കാർക്കൊന്നും. ഞാൻ രാഷ്ട്രീയക്കാരായിട്ടല്ല പോകുന്നത്. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടിക്കൊരു പകരക്കാരായിട്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഒരു വോട്ട്, ആ പ്രസൻസ് ഒന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ കൊണ്ടുവരാനായിട്ട്. അത് ഉമ്മൻചാണ്ടിയെ മറന്നു പോകുന്നു എനിക്കെപ്പോഴും ഒരു തോന്നൽ. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഭാരതി നോക്കും, ഉമ്മൻചാണ്ടിയുടെ പട്ടാക്കാൻ ഫ്ലെക്സൊക്കെ, അത്രയും ഫ്ലെക്സൊന്നും ഇപ്പോൾ ഒന്നും ഇവിടെ ഒരിടയ്ക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലല്ലോ എന്നാത്. അപ്പോൾ എനിക്കത് ആ ഉമ്മൻചാണ്ടിയുടെ പ്രസൻസിനെ, ഉമ്മൻചാണ്ടിയുടെ ഞാനൊരു വീട്ടിലും ഒരു കല്യാണത്തിന് ഇതുവരെ പോയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ ആയിട്ട് ഇൻവോൾവായിട്ട് ഫംഗ്ഷനായിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ പോയിട്ട്, ഇതും ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഫംഗ്ഷനായിട്ട് തന്നെ വിചാരിച്ച് പോവുകയാണ്. പത്തനംതിട്ട മണ്ഡലമാണ്. പത്തനംതിട്ടയിൽ നമുക്കറിയാം ശ്രീ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയിലേക്ക് പോയ അനിൽ ആൻ്റണിയാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ വിവാദം ഉണ്ടായതുപോലും അച്ചു ഉമ്മൻ അവിടെ അനിൽ ആൻ്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് വരുമെന്ന രീതിയിൽ വിവാദമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചാണ്ടിയെക്കുറിച്ച് കേൾക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകും. കോൺഗ്രസ്സിന് വേണ്ടി എൻ്റെ ഭർത്താവിൻ്റെ ആബ്സെൻസ് നികത്താൻ വേണ്ടി ഫലത്തിൽ ആൻ്റണിക്കുമായിട്ട് വരും. ആൻ്റണി എനിക്കറിയാം. ഒരു ദിവസം ഞാനും കൂടെ കാറയിരിക്കുമ്പോൾ ഒരു പയ്യനായ ആൻ്റണിയെ വിളിച്ച് വണ്ടിയൊക്കെ കയറ്റത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇവരോട്ടെല്ലാം എനിക്ക് വ്യക്തിബന്ധമുണ്ട്. അത് അനിൽ ആൻ്റണി എൻ്റെ മോൻ തന്നെയാണ്. ഈ ആൻ്റണി ഏക്കാൻ്റെ കല്യാണം ഇവിടെ വെച്ച് നടന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ആ ഭർത്താവും ഭാര്യയും തന്നെയാണ്. ആ ഗർഭിണിയായ എലിസബത്തോട് ഉണ്ടായിരുന്നു. കൊച്ചിലെ ജനിച്ച അനിൽ ആൻ്റണി ഉണ്ടായിരുന്നു. എനിക്ക് മോൻ എന്നും മോൻ തന്നെയാണ്. മോൻ ഏത് രാഷ്ട്രീയത്തിൽ പോകുന്നത്, രാഷ്ട്രീയത്തിലായിട്ടല്ല ഞാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് അവിടെ ആബ്സെൻസ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നതിൽ എന്തായാലും കോൺഗ്രസ് വോട്ട് ചോദിച്ചല്ലേ പോകുന്നു. അത് ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് മോളെ ഞാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഞാനും എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കുക. പ്രത്യേകിച്ച് ഒത്തിരി പാവങ്ങൾ എനിക്ക് മിസ് ചെയ്യുന്നതും അവരെയാണ്. ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്കവാറും പേര് കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. ചിലരൊക്കെ എന്നോട് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 2 മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു എ കെ ആൻ്റണിയും കെ കരുണാകരനും. ഇരുവരുടെയും മക്കളാണ് ഇപ്പോൾ അനിൽ ആൻ്റണി ആയാലും പത്മജ ആയാലും. ഇവർ 2 പേരും BJPയിലേക്ക് പോയി എന്നത് കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു ആഘാതമൊക്കെ തന്നെയാണ്. 2 പേരും വലിയ സമുന്നതരായ നേതാക്കന്മാരൊന്നും അല്ലെങ്കിൽ പോലും, പക്ഷേ അത് ഇവർ ആൻ്റണിയുടെയും അല്ലെങ്കിൽ കെ കരുണാകരൻ്റെയും മക്കളാണ് എന്നൊരു ലേബലിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയതൊക്കെ അത്തരം വാർത്തകളൊക്കെ കേട്ടപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്ന നിലയിൽ, ഒരു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ അത്തരം വാർത്തകളൊക്കെ കേട്ടപ്പോൾ എങ്ങനെയാണ് അതിനോട് പൊരുത്തപ്പെട്ടത്? കോൺഗ്രസ് സ്നേഹിയായ നിങ്ങൾക്ക് അറിയാവുന്നവർ, ഞാനൊരു കോൺഗ്രസ് സ്നേഹിയാണ്. പോയ ഒരാളെനിക്ക് മകനെ തുല്യമാണ്. പൽപ്പജയാണെങ്കിലും ഉമ്മൻചാണ്ടി കല്യാണം കഴിച്ചിട്ട് എന്നെ ആദ്യം കൊണ്ടുപോയത് കരുണാൻ്റെ വീട്ടിലാണ്, തിരുവനന്തപുരത്ത് വന്നപ്പോൾ. അന്ന് ഈ പൽപ്പജയും മുരളിയൊക്കെ കൊച്ചുങ്ങളാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ അടുപ്പൊക്കെ ഉണ്ട്. തീർച്ചയായും ഒത്തിരി ദുഃഖം തോന്നി നമ്മളെ, ഉറപ്പല്ലേ. അവരുടെ കൂട്ടത്തിൽ അത് അവിടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ അച്ചു ഉമ്മൻ പ്രചാരണ രംഗത്ത് ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നത്, അച്ചു ഉമ്മൻ പ്രചാരണം 20 മണ്ഡലങ്ങളിലും പറ്റുന്നിടത്തോളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പറ്റുന്നിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് പോകുമെന്നാണ്. അപ്പോൾ ഇതിനായി അച്ചു ഉമ്മൻ ദുബായിൽ നിന്ന്, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഒരു പ്രചാരണത്തിന് വേണ്ടി ഒരു ഷോർട്ട് ടൈമിൽ വരികയാണോ? എനിക്കവിടെ കാണുന്നൊരു വലിയ സന്തോഷമാണ്. എൻ്റെ മോളല്ലേ, അതായിരിക്കും. ഈ ഇലക്ഷൻ്റെ പ്രചാരണമൊക്കെ എന്താ പറയുക, വാർത്തകളൊക്കെ സജീവമായി കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റഡ് ആണോ? ഞാൻ ഒട്ടും അപ്ഡേറ്റഡ് അല്ല. ഞാൻ ഒന്നാമത്തെ കാര്യം കണ്ണീര് തോന്നു വരുന്നതേ ഉള്ളൂ. ഹൃദയത്തിൽ മുറിവ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അതിന് ഒരുപാട് സമയമെടുക്കും. തിരുവനന്തപുരത്ത് ഈ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസും
പുതുപ്പള്ളിയിലെ വീടും ഒക്കെ മാറി മാറി അങ്ങനെ തന്നെയാണോ താമസിക്കുന്നതൊക്കെ? അതെ അതെ, ഈ പുതുപ്പള്ളി ഹൗസും ചിലപ്പം ഒരു 3-4 മാസം ഞാൻ പെങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഒരു കല്ലറയിൽ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം, ആരോഗ്യം എങ്ങനെ അനുവദിച്ചത് ദൈവം ആയിട്ടൊരു കൃപ തന്നിട്ടായിരിക്കും 5-8 മണിക്കൂർ എനിക്ക് ഉമ്മൻചാണ്ടി കല്ലറയിൽ ചെലവഴിക്കാൻ പറ്റി. ആത്മസുഹൃത്തുക്കളാണ് എ.കെ. ആൻ്റണിയും ഭാര്യയും കുടുംബവും ഒക്കെ ആയിട്ട്. ഇപ്പോഴും ആ ഒരു ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ? ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പേ അവിടെ പോയപ്പോൾ ആൻ്റണി ഞാൻ അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് ആൻ്റണി വന്നു. പിന്നെ ഞങ്ങളന്ന് ഒത്തിരി കരഞ്ഞു. എന്തായാലും പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടാകാൻ ആരോഗ്യം അനുവദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.